ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മുറ്റടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കുഞ്ഞുമാവൻ പീരിമോളെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എല്ലാം ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഒന്ന് കഴുകിയിട്ടു കേട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ മൊത്തം ഇങ്ങനെ മണ്ണൊക്കെ തെറിച്ച് ആകെ അഴുക്കായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് ഒന്ന് കഴുകിയിട്ടതിന് ശേഷം നമ്മുടെ കോലായി ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു ഏരിയയിൽ അവിടെയൊക്കെ ചെളി തെറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ മുറ്റവും കൂടി അടിക്കുന്നുണ്ട് കേട്ടോ. മഴയതുകൊണ്ട് തന്നെ മുറ്റടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. ചവറൊന്നും ഇങ്ങനെ പോകുന്നില്ല. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇലകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആ ഒരു സൈഡിൽ മാത്രം നിന്ന് അപ്പുറത്തെ മരങ്ങളുടെയൊക്കെ ഇലയൊക്കെ ഉണ്ടാവും. അത് ഞാൻ അങ്ങോട്ട് തന്നെ അടിച്ചു കൂട്ടും കേട്ടോ. പിന്നെ ഇതേ മുറ്റടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നു ഇപ്പുണ്ട്. പിന്നെ ഇതേ നമ്മുടെ മുളക് തൈ എല്ലാം പോയി കേട്ടോ. അതിലൊരു മുളക് പഴുത്ത് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ മൂപ്പിക്കാം നടാനായിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഇതേ നമ്മുടെ വഴുതനയിൽ ഒരു 4 വഴുതന തൈ ഉണ്ട് കേട്ടോ ആ സൈഡിലായിട്ട്. അതിലെല്ലാത്തിലും പൂവിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വഴുതന തൈയുടെ ഇലകളെല്ലാം പുഴു തിന്നിട്ടുണ്ട്. പിന്നെ ദേ തക്കാളി പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റി നടണം. പിന്നെ ഈ ഒരു ചെടിയില്ലേ, നമ്മുടെ മോട്ടോർ വാഹിനി എന്ന ചെടിയാണ് കേട്ടോ. അത് പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നക്ഷത്രവള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കള വശത്ത് ഒരു കോവൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പൂവിടുന്നുണ്ട് കേട്ടോ. കായ പിടിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ ഈ തക്കാളി തൈ ഒരു ഇതായത് ഈ ഒരു കൂൺ ബെഡിനകത്ത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ സൈഡിലൊക്കെ അടുക്കളയുടെ സൈഡിലൊക്കെ ഒരു കുറച്ച് മണ്ണ് കളിച്ചിട്ട് അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാനിന്നത് നമ്മുടെ വീടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുക്കളയുടെ ജനലിലെ അതിൽ ഇങ്ങനെ അഴുക്കല്ല, ഒരു വെള്ള പാടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഇത് അഴുക്കാന്നൊക്കെ വിചാരിക്കില്ലേ. അത് ക്ലീൻ ചെയ്യണമെന്ന് ക്ലീൻ ചെയ്യാറുണ്ട്, എന്നാലും അത് പോകുന്നില്ല കേട്ടോ. പിന്നെ ഇത് വാതിലുകളെല്ലാം തുടച്ച് കഴിഞ്ഞു. പിന്നെ ഇത് റൂമും കൂടി ഒന്ന് തുറക്കാൻ പോവുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഹോളിൻ്റെ സൈഡിലുള്ള വാഷ് ബേസിനൊന്ന് കഴുകിയിട്ട് അവിടെ എല്ലാ മിററും പിന്നെ ടൈലൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. വാഷ് ബേസിന് എല്ലാ ദിവസവും കഴുകാറുണ്ട്. പക്ഷേ ഈ ടൈല് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കാറുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ റൂമും കൂടി തുടച്ചിടുന്നുണ്ട് കേട്ടോ. മുകളിൽ ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാ റൂമും തുടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവർ എഴുന്നേറ്റിട്ടില്ല, ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ്. അങ്ങനെ നമ്മുടെ വാഷ് ബേസിനൊക്കെ തുടച്ച് കഴിഞ്ഞു. പിന്നെ കഴുകി തുടച്ച് കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഡൈനിങ് ടേബിളില്ലേ, അതും കൂടി തുടച്ചിരുന്നുണ്ട് കേട്ടോ. ഈ ടേബിള് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. എന്ന് വെച്ചാൽ 2010 ആ ഇടയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചു, ചേട്ടൻ വാങ്ങിച്ചതാണ്. കളയണ്ടാന്ന് വിചാരിച്ച് ഞാൻ പോണിടത്തൊക്കെ കൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഹോളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുക്കളയും കൂടി തുടച്ച് തരുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ വെച്ചിരിക്കുന്ന ആ അരിയും എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ സൈഡിലുള്ള റൂമും ഒക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഈ പുറത്തെ അടുക്കളയുടെ സൈഡിലുള്ള കോലായും കൂടി ഒന്ന് തുടക്കണം. അപ്പോൾ അവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ നന്നാക്കിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തുടക്കലെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? നമ്മുടെ പീലിമോളുടെ കുഞ്ഞാവിടെയൊക്കെ ഡയപ്പറില്ലേ, അതവിടെ പൊട്ടിക്കാനായിട്ട് കൂടി കിടക്കുന്നുണ്ട്. പിന്നെ പൊട്ടിച്ച ആ ഡയപ്പറില്ലേ, അതിലെ ജെല്ലൊക്കെ കളഞ്ഞിട്ട് ജെല്ല് ഉപ്പിട്ട് വെച്ചിട്ട് ഉപ്പിട്ട് വെക്കുമ്പോഴേക്കും അത് വെള്ളമിട്ട് പോകും കേട്ടോ. അത് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ള ഭാഗം ഉപ്പ് വെള്ളത്തിൽ നല്ലപോലെ മുക്കി വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞ് ഉണക്കിയെടുക്കും കേട്ടോ. എന്നിട്ടത് ഹരിതസേനക്കാർ കൊണ്ടുപോകും. കാക്കനാടൊക്കെ ആയിരുന്നപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉണക്കി കൊടുത്താൽ മാത്രം കൊണ്ടുപോകുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഡയപ്പറെല്ലാം മുക്കി വെച്ചിട്ടുണ്ട്. ജെല്ലൊക്കെ കുതിരാൻ വേണ്ടി നല്ലപോലെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദേ നമ്മുടെ വാതിലുകളൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു എന്താ വിളക്ക് വെക്കുന്ന ഷെൽഫില്ലേ, അതും കൂടി ഒന്ന് തുടക്കണം. അപ്പം അത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ തുണിയൊക്കെ 2-3 ദിവസം നല്ല മഴയായതുകൊണ്ട് അങ്ങനെ ഉണങ്ങാതെ ഇട്ടേക്ക് ഉണങ്ങിയിട്ടില്ല. അതിങ്ങനെ ആ സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട്. അതിന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മടക്കി വെക്കണം. അപ്പോൾ നമ്മുടെ അടുക്കളയുടെ ഈ ജനലില്ലേ, വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, കാണുന്നൊരു ഇത് അഴുക്കാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് അഴുക്കല്ല കേട്ടോ. ആ ജനലിൻ്റെ ആ പടിയില്ലേ, അതിൽ പ്രൈമർ അടിച്ചിരിക്കുന്നത്, പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ഇളകി പോയതാണെന്ന് തോന്നുന്നു. അതിൽ ആ പിടിച്ചിരിക്കുന്ന പാട് പോകുന്നില്ല. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോഴേക്കും മോൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ അടുക്കളയിലേക്ക് പോന്നു. അപ്പോൾ ദേ ഇനിയത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ. ദോശയും തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ദോശ ചുട്ടെടുക്കാൻ പോവുകയാണ്. ഒരുപാട് മാവൊന്നും അരച്ചിട്ടില്ല കേട്ടോ, രാവിലത്തേക്കുള്ളത് മാത്രം. 1 ഗ്ലാസ് അരിയിട്ട് അതിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി മാവുണ്ടെങ്കിൽ വൈകുന്നേരം അത് ഇവിടെ ചിലവാവില്ല. അങ്ങനെ ദോശ ചുട്ടെടുക്കുവാണ്. അപ്പോൾ എനിക്ക് ദോശ ഇങ്ങനെ പരത്തി മൂടി വെച്ച് ഇങ്ങനെ മടക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇതുപോലെ മടക്കിയെടുക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് മോനുള്ള ദോശ ഞാനിങ്ങനെ ഉണ്ടാക്കി. പിന്നെ മോൾക്ക് ഇങ്ങനെ മടക്കിയെടുക്കുന്നത് ഇഷ്ടമല്ല, അവൾക്ക് 2 സൈഡും മൊരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവൾക്കുള്ളതും കുഞ്ഞുങ്ങൾക്കുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ദേ തക്കാളി ചമ്മന്തിക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് തണുക്കാൻ വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും അരച്ചെടുക്കണം. അപ്പം ഇന്നലത്തെ ചമ്മന്തി ഇന്നലെ ഇതുപോലെ അരച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ആദ്യം ദോശ ഇട്ടത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നലത്തെ ചമ്മന്തി കുറച്ചുണ്ടായിരുന്നു, അതും കൂട്ടി അവന് കൊടുത്തു. പിന്നെ ഇത് ഉച്ചത്തേക്ക് ചോറിനുള്ള അരി കുക്കറിലിടുന്നുണ്ട്, കുറച്ച് അരി ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ചമ്മന്തി അരച്ചെടുക്കുവാണ്. ചമ്മന്തി അരച്ചൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി ഉണ്ടപ്പോൾ കുഞ്ഞാവക്ക് വേണമെന്ന് പറയുവാണ്. ഹായ് പറ, എന്നാൽ തരാം. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ, എന്നാൽ തരാം. ഹായ് പറ, ഹായ് പറ, അവിടെ ഹായ് പറ, ഹായ് പറ, അത് തരാം. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ചാറ്റ പറ. നമ്മുടെ ഈ തക്കാളി ചമ്മന്തിയും ചെമ്മീൻ ചമ്മന്തിയും ഒക്കെ കുഞ്ഞുവാവയ്ക്കും പീലിമോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തി ഇഷ്ടമായതുകൊണ്ടാണ് കുഞ്ഞാവ് പാപ്പം തരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ അതേ കുക്കറിലെ വെള്ളമൊക്കെ സ്റ്റവിലൊക്കെ വീണിട്ടുണ്ട്, അതൊരു പണിയായിട്ടുണ്ട്. പിന്നെ അതേ കൂർക്ക ചിരണ്ടി വെച്ചിട്ടുണ്ട്, കൂർക്ക ഉപ്പേരി ഉണ്ടാക്കണം. അതിന് ഭക്ഷണം കഴിച്ചിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ദേ പീലിമോൾ എഴുന്നേറ്റ് വന്ന് അവളെയും പല്ലേപ്പിച്ചിട്ടുണ്ടായിരുന്നു മോള്. അങ്ങനെ ദേ ഞാനും കുഞ്ഞാവയും പീലിമോളൊക്കെ കൂടി ഇന്ന് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതേ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്.
നമ്മുടെ കുഞ്ഞാവ ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പീലിമോൾ ഇതേ ചായ കൊടുത്തപ്പോൾ അത് വേണ്ട, ചൂടുവെള്ളം മതി എന്ന് പറഞ്ഞ് മോനോട് എടുത്തു കൊടുക്കാൻ പറയുവാണ്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ദോശയും ചമ്മന്തിയും ചായയൊക്കെ കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.